പ്രിയപ്പെട്ടവരെ, നാട്ടറിവുകളുടെ ഒരു ഗംഭീരമായ കലവറയാണ് നമ്മുടെ നാട് എന്ന് വേണമെങ്കിൽ പറയാം. ഏതൊരു വിഷയത്തിനു മേലും അതിനെ ലഘൂകരിക്കുന്ന ഒരു നാട്ടറിവ് നമ്മുടെ പാരമ്പര്യത്തിലുള്ള പൂർവികർക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ കഠിനതരമാണ് എന്ന് നമ്മൾ കരുതുന്ന പല വിഷയങ്ങളെയും അവർ തങ്ങളുടെ ലളിതമായ ചില മാർഗങ്ങളിലൂടെ കൈകാര്യം ചെയ്തിരുന്നു എന്നുള്ളതും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. എന്നാൽ നാട്ടറിവുകളിൽ ബഹുഭൂരിപക്ഷം കാര്യങ്ങളും ഇന്ന് മൺമറഞ്ഞു പോയിരിക്കുന്നു. കാര്യം, നമ്മൾ ശാസ്ത്രത്തിലേക്ക് കടന്നപ്പോൾ യുക്തിക്ക് നിരക്കാത്ത ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇതിങ്ങനെയൊക്കെ ചെയ്താൽ വല്ല നേട്ടം ഉണ്ടാവും, ഇതൊക്കെ പണ്ടാരാണ്ടോ പറഞ്ഞ കാര്യങ്ങളാണ്, ഇത് ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ള മട്ടിൽ മറ്റൊരാളുടെ അടുത്ത് തന്നെ പറഞ്ഞു കൊടുക്കാൻ ഈ പ്രശ്നത്തിന് ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു കൊടുത്താൽ അവർ കളിയാക്കുന്ന തരത്തിലേക്കായിരിക്കും ചില പ്രയോഗങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ പലരും ഇത് പറഞ്ഞു കൊടുക്കാനോ ഇത് ചെയ്യാനോ മടിച്ചു. മാത്രമല്ല, ഈ പൂർവികമായിട്ടുള്ള ഈ നാട്ടറിവുകളുണ്ടല്ലോ, അന്നത്തെ ആ കാരണവന്മാരൊക്കെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിൽ ഇച്ചിരി വിമുഖത കാണിച്ചിട്ടുണ്ട്. അവരത് രഹസ്യം സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നില്ല എന്ന് തോന്നുന്നു. കാരണം ഇതിൻ്റെ രഹസ്യ കൂട്ടുകളെ കുറിച്ച് മനസ്സിലാക്കി ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ കാര്യം എന്ന് ഒരു ലളിതമായൊരു ചിന്ത മറ്റുള്ളവർക്ക് തോന്നിക്കുമോ, അതോടുകൂടി അവർ ചെയ്ത ആ പ്രവൃത്തിയുടെ മേൽ സംശയം ഉണ്ടാവുകയും പിന്നീട് ആ സംശയം കൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഫലമില്ലായ്മ ഉണ്ടായി തീരുകയോ ചെയ്യാമെന്നുള്ളതുകൊണ്ടായിരിക്കാം നാട്ടറിവുകളിൽ പലതും മനുഷ്യരുടെ മനസ്സുകളിൽ കുടുങ്ങിക്കിടക്കുകയും ഒടുവിൽ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആചാര വഴികളിലും അതുപോലെ തന്നെ താന്ത്രിക വഴികളിലും ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ചിലതൊക്കെ വെറും പൊട്ടത്തരായിട്ട് നമുക്ക് തോന്നുന്ന കാര്യമാണ്. ചിലർക്ക് ഇത് ഫലപ്രദമാണെന്ന് പറയും, ചിലർ പറയേ ഇത് തട്ടിപ്പാണെന്ന് പറയുന്ന കാര്യങ്ങളും ഉണ്ട്. ഇന്ന് ഞാനിവിടെ കടുക് കൊണ്ടുള്ള 5 ഉപയോഗങ്ങളെ ഇവിടെ പറയുകയാണ്. ഈ പറയുന്നത് കറി വയ്ക്കാനുള്ള കടുകിൻ്റെ ഉപയോഗങ്ങളെക്കുറിച്ചോ എണ്ണ കാച്ചാനുള്ള ഉപയോഗക്രമത്തെക്കുറിച്ചോ അല്ല പറയുന്നത്. നമ്മുടെ ദോഷങ്ങളെ, നമ്മളെ ബാധിക്കുന്ന നെഗറ്റീവുകളെ വലിച്ചെടുത്ത് ആ നെഗറ്റീവുകളിൽ നിന്ന് നമുക്ക് മുക്തമാകാൻ പറ്റും എന്ന് വിശ്വസിക്കപ്പെടുന്ന 5 കാര്യങ്ങൾ. ഇത് നമ്മുടെ നാട്ടറിവുകളിൽ ഉണ്ടായിരുന്നതാണ്. ഇതിൽ ഒരു കാര്യം പക്ഷെ പുറത്തുനിന്ന് വൈദേശികർ ഇവിടെ എത്തിച്ച ഒരു കാര്യവും കൂടെ ചേർത്തിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പം ഈ വിശ്വാസങ്ങൾ ഇതേ തലത്തിൽ തന്നെ മനസ്സിലാക്കുന്നവർക്കേ പറ്റുള്ളൂ. ഇത് കേട്ട് കഴിഞ്ഞാൽ ഉടനെ ഇങ്ങനെയൊന്നും ചെയ്താൽ അങ്ങനെ സംഭവിക്കില്ല എന്ന് ഒറ്റയടിക്ക് തീരുമാനം എടുക്കുന്നവർക്കൊന്നും ഈ പറയാൻ പോകുന്ന ഒറ്റ കാര്യവും ഗുണപരമാകുകയില്ല എന്ന് ഞാൻ പറഞ്ഞോട്ടെ. കാര്യം അവർ അതിൻ്റെ റിസൾട്ട് സംഭവിച്ചാലും പറയും അതൊന്നുമില്ല, മറ്റൊരു കാര്യമാണ് എന്ന് പറഞ്ഞേക്കാം. എന്തായാലും വലിയ നഷ്ടങ്ങളൊന്നുമില്ല, വലിയ പണച്ചെലവുകളൊന്നും ഇല്ലാതെ നമ്മെ ബാധിച്ചിരിക്കുന്ന ധനപരമായിട്ടുള്ള പ്രശ്നം, വീടിൻ്റെ സംബന്ധിച്ചിടത്തുള്ള പ്രശ്നം, കണ്ണേർ എന്ന് പറയുന്ന പ്രശ്നം, ദൃഷ്ടിദോഷം എന്ന് പറയുന്ന പ്രശ്നം, ശത്രുദോഷം എന്ന് പറയുന്ന പ്രശ്നം, അങ്ങനെ വിവിധങ്ങളായ പ്രശ്നങ്ങൾക്ക് വിവിധങ്ങളായ രീതിയിൽ കടുക് എന്ന് പറയുന്ന വസ്തുവിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള ക്രിയകളാണ് പറയുന്നത്. ഇതേ കടുകിനെ ഉപയോഗിച്ചിട്ട് വ്യത്യസ്തമായ രീതിയിൽ വ്യത്യസ്ത കർമ്മങ്ങളൊക്കെ ഉണ്ട് ഇതേ വിഷയങ്ങൾക്ക് മേലും. ഞാൻ എൻ്റെ പരമ്പരയിൽപ്പെട്ട കുറേ പേർ പറഞ്ഞു തന്ന കാര്യങ്ങളും അതിൽ കുറേ പേർക്ക് ഞാനായിട്ട് പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് റിസൾട്ട് കിട്ടിയ കാര്യങ്ങളുമാണ് പറയാൻ പോകുന്നത്. എവിടെയെങ്കിലും കേട്ടറിഞ്ഞ കാര്യം ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നില്ല, എന്നിട്ട് അതിലെനിക്ക് ഗ്യാരണ്ടി ഇല്ല എന്നും പറഞ്ഞിട്ട് നിൽക്കാൻ വയ്യ. ഇത് ഞാൻ കേട്ടറിഞ്ഞിട്ട് കുറച്ച് പേർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരത് ചെയ്തു നോക്കിയിട്ട് ഇത് കൊള്ളാം എന്ന് പറഞ്ഞ ചില കാര്യങ്ങളെ മാത്രമേ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇതിൻ്റെ എത്രയോ ഇരട്ടി കാര്യങ്ങൾ എനിക്കറിയാം. പക്ഷേ ഇതിൽ ചിലതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അതിൽ ഒരു ഗുണവും ഉണ്ടായിട്ടില്ല. പിന്നീട് മാറ്റി പറഞ്ഞു കൊടുത്തപ്പോൾ അത് ചെയ്തപ്പോൾ ഗുണം കിട്ടി എന്നുള്ള നിലയ്ക്ക് ഒരു 10 പേർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിലൊരു 8 പേരെങ്കിലും ഇത് ഞങ്ങൾക്ക് ഗുണകരമാണെന്ന് പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. എവിടെയെങ്കിലും വായിച്ചറിഞ്ഞൊരു കാര്യത്തെ അതുപടി പറഞ്ഞു തരുന്നത് ചിലരുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ കിട്ടിയ കാര്യങ്ങളെ പറഞ്ഞു തരുന്നതും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഇത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ഇതിലൊരു ക്ലിനിക്കലി ടെസ്റ്റ് നടത്താനോ സയൻറ്റിഫിക് ആയിട്ടുള്ള ടെസ്റ്റ് നടത്തിയിട്ട് പറയുന്നതൊന്നല്ല. ഇതൊക്കെ ഓരോരുത്തർ അവരുടെ ഭക്തി കൊണ്ടും അവരുടെ വിശ്വാസം കൊണ്ടും ചെയ്തപ്പോൾ കിട്ടിയ റിസൾട്ടിനെ മുൻനിർത്തി പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ ഇത്രയും പറയുന്നത് തന്നെ ഇത് ചെയ്യണോ വേണ്ടേ എന്നൊക്കെ നിങ്ങളുടെ തീരുമാനമാണ്. ചെയ്തു നോക്കിയാൽ ഒരു പക്ഷേ ഗുണം കിട്ടിയേക്കും,
മാത്രമല്ല ഇതിൽ വേറെ ധനച്ചിലവുകളോ അധികമായിട്ടോ ഒന്നും വരുന്നുമില്ല. അപ്പം നമുക്ക് എന്തൊക്കെയാണതെന്ന് നോക്കാം. നമസ്കാരം, ഞാൻ RJ അയ്യർ, ഹരിചന്ദ്ര മഠം. വീടുമായിട്ട് ബന്ധപ്പെട്ട ദോഷങ്ങൾ മാറ്റുന്നതിനും പലതരത്തിലുള്ള ക്രിയകളും പലതരത്തിലുള്ള പൂജകളും ഒക്കെ നമുക്ക് നിലവിലുണ്ട്. പലപ്പോഴും വലിയ ചിലവിലുള്ള പൂജാക്രമങ്ങളൊന്നും സാധാരണക്കാർക്ക് അങ്ങനെ പറ്റിയെന്ന് വരില്ല. മാത്രമല്ല, ഒരു അന്യമതസ്ഥനായിട്ടുള്ള ഒരാൾക്കോ മറ്റുമൊക്കെ പൂജാരിമാരെ വീട്ടിൽ കയറ്റി വെച്ചിട്ടുള്ള പൂജകളും ചിലപ്പോൾ സാധ്യമായില്ല എന്ന് വരും. പക്ഷെ അവർക്കറിയാം തങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയോ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്, ഗുണപരമല്ലാത്ത കുറച്ച് സംഭവങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ തോന്നലാണോ അല്ലയോ വീട് ഒന്ന് ക്ലിയർ ചെയ്യണം, ക്ലെൻസ് ചെയ്യണം എന്നൊക്കെ നമുക്ക് തോന്നലുണ്ടെങ്കിൽ ചെയ്യാവുന്ന കടുക് കൊണ്ടുള്ള ഒരു മാർഗം ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങളൊരു ബൗൾ എടുക്കണം, ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം, പുറത്തു നോക്കുമ്പോൾ അകം കാണുന്ന തരത്തിലുള്ള ഒരു ബൗള്. ആ ബൗളിൽ 3 ടീസ്പൂൺ കടുക് ഇടണം, 3 ടീസ്പൂൺ പരലുപ്പിടണം. എന്നിട്ട് ഒരു കറുകപ്പട്ട ഇതിന് മുകളിൽ കുത്തി വയ്ക്കണം. 3 ടീസ്പൂൺ ഉപ്പിന് 3 ടീസ്പൂൺ കടുക്, ഒരു കറുകപ്പട്ട ഇതിൻ്റെ മിഡിൽ ഭാഗത്ത് ഇങ്ങനെ കുത്തി നിർത്തണം. ഇങ്ങനെ 4 ബൗളുകളിൽ നിങ്ങൾ എടുക്കണം. 4 എണ്ണത്തിൽ 3 ടീസ്പൂൺ ഉപ്പ്, 3 ടീസ്പൂൺ കടുക്, ഒരു കറുകപ്പട്ട എന്നുള്ള രീതി കുത്തിവെക്കണം. ഇനി ചിലയിടത്ത് പരലുപ്പ് കിട്ടിയില്ല എങ്കിൽ പൊടിയുപ്പ് ഉപയോഗിക്കാവുന്നതാണ്, തെറ്റില്ല, ഇതും ഗുണകരമാണ്. അപ്പോൾ ഇത് രണ്ടും ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് വേണം ഈ കറുകപ്പട്ട ഊന്നി വയ്ക്കാൻ. വീടിൻ്റെ മുറികളുണ്ടല്ലോ, അകത്തെ മുറികൾ, 4 മുറികൾ 4 കോണുകളിലായിട്ട് ഇത് വയ്ക്കുക. 14 ദിവസം ഇതിങ്ങനെ വച്ചിട്ടാൽ ഇതെടുത്ത് നമുക്ക് വെള്ളത്തിൽ കളയാം. ഈ ഒരു ബൗൾ വെച്ചാൽ ആ ബൗൾ നിറഞ്ഞിരിക്കണമെന്ന് ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞത് 3 ടീസ്പൂൺ ഉപ്പ്, 3 ടീസ്പൂൺ കടുക്, അത്രയും മതി എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ 14 ദിവസം വെച്ച് 5 വട്ടം റിപ്പീറ്റ് ചെയ്ത് വെക്കണം. 5-14 എന്നുള്ള രീതിയിൽ 5 വട്ടം റിപ്പീറ്റ് ചെയ്യണം. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന കുറേയധികം ദോഷങ്ങളെ ഇല്ലാതാക്കാൻ ഇത് ഗുണകരമാണ്. ഇനി കണ്ണേർ മാറ്റാനുള്ള ഒരു മാർഗമാണ്. കണ്ണേർ അഥവാ ദൃഷ്ടിദോഷത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. ഒരാൾ നമ്മുടെ ഗുണങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന മനസ്സോടുകൂടി നമ്മളെ കണ്ണേർ വിടുക എന്നൊക്കെ പറയില്ലേ, ആ രീതിയിൽ നോക്കുക, അസൂയ പറയുക, അല്ലെങ്കിൽ ചില മന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ക്രിയകൾ ചെയ്യുക, അങ്ങനെ കണ്ണേർ ദോഷം വരും. അപ്പോൾ നമ്മൾ അത്രയും നാളും ഉത്സാഹത്തോടു കൂടി ചെയ്തുകൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ കയ്യിൽ നിന്ന് വഴുതിപ്പോവും, നമ്മുടെ നേട്ടങ്ങളൊക്കെ നഷ്ടമായി തുടങ്ങും, അങ്ങനെ കുറേയധികം പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ ആ കണ്ണേർ ദോഷം തീർക്കാൻ പല മാർഗങ്ങളുണ്ട്. മന്ത്രങ്ങളൊന്നുമില്ലാതെ ചെയ്യാൻ പറ്റുന്ന കടുക് കൊണ്ടുള്ളൊരു മാർഗം ഞാൻ പറഞ്ഞുതരാം. ഒരു ചെറിയ വാഴയില, ചെറിയ ചീന്തലയില്ലേ, ആ ചീന്തല എടുത്തിട്ട് അതൊന്ന് അഗ്നിയിൽ കാണിച്ച് ഒന്ന് അത് വാട്ടിയെടുക്കണം. എന്നിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ കടുകും പിന്നെ 2 ടീസ്പൂൺ ഉപ്പും, നെല്ലിക്കയില്ലേ നമ്മുടെ പച്ച നെല്ലിക്ക, ആ പച്ച നെല്ലിക്ക ഒന്ന് വെച്ചിട്ട് ഇതൊന്ന് പൊതിയണം. പൊതിഞ്ഞിട്ട് മറ്റൊരാളാണ് ചെയ്യേണ്ടത്. ആ വ്യക്തിയെ, കണ്ണേർ ബാധിച്ച ആളെ 3 വട്ടം ശിരസ് തൊട്ട് താഴെ വരെ 3 വട്ടം ഇങ്ങനെ ഒഴിയണം. ഒഴിഞ്ഞിട്ട് ആ വ്യക്തി എടുത്ത് ഇതിലോട്ടൊന്ന് ഊതാൻ പറയണം. ഊതിച്ചിട്ട് ആ പൊതി ഒഴുക്ക് വെള്ളത്തിൽ, പുഴവെള്ളമാണ് നല്ലത്, ഒഴുക്ക് വെള്ളത്തിൽ കളയുക. ഇനി ഒഴുക്ക് വെള്ളത്തിൻ്റെ സൗകര്യമൊന്നും ഇല്ലെങ്കിൽ ഒരു ബക്കറ്റിലോട്ടിട്ടിട്ട് ടാപ്പിൽ നിന്ന് ശക്തമായിട്ട് വെള്ളത്തിൽ ഒഴിക്കുക, എന്നിട്ട് പുറത്തേക്ക് കളയുക കേട്ടോ. ഇനി 3ാമത്തെ കാര്യം, വാഹനത്തിലെ കണ്ണേർ ദൃഷ്ടിദോഷം മാറ്റാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വാഹനം പുറത്തേക്ക് കൊണ്ടുപോകും. നമ്മൾ പുതിയൊരു വാഹനം മേടിച്ച് ഇടുമ്പോൾ പലരും വന്ന് അതിൻ്റെ കണ്ണ് വയ്ക്കും. പുറത്തോട്ട് വാഹനം ഓടിച്ചുകൊണ്ട് പോകുമ്പം അവന് വാഹനം മേടിച്ചു, എനിക്ക് മേടിക്കാൻ പറ്റിയില്ല എന്നുള്ള രീതിയിൽ അസൂയുള്ള ആൾക്കാരുണ്ട്. അങ്ങനെ പലതരത്തിലും വാഹനത്തിന് മേൽ ആൾക്കാരുടെ ദൃഷ്ടി പതിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗം പറഞ്ഞുതരാം. ഒരു വാട്ടിയ വാഴയിലെടുത്തിട്ട് ചെറിയ ചീന്തല വേണം കേട്ടോ, അതിലേക്ക് കടുക് ഇടുക, കുരുമുളക് ഇടുക, എല്ലാം ഓരോ ടീസ്പൂൺ മതി കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക, കുറച്ച് ഉപ്പിടുക, ഏതാനും തുളസി ഇലകൾ വയ്ക്കുക. എന്നിട്ട് ഇതിനെ പൊതിഞ്ഞെടുക്കുക. പൊതിഞ്ഞെടുത്തിട്ട് വണ്ടിയുടെ മുന്നിൽ അതിൻ്റെ ഹെഡ്ലൈറ്റ് മുതൽ എല്ലാ ഭാഗത്തും ഇങ്ങനെ പതിയെ തൊട്ട് ഗ്ലാസ്സിലും എല്ലാം വൈപ്പറിലും എല്ലാം ഇങ്ങനെ തൊട്ട് എഞ്ചിൻ പാർട്ടിലോട്ടൊന്ന് തൊട്ട് ഇങ്ങനെ ഏതാണ്ട് ഒന്ന് ചുറ്റി ഒരു 21 സ്ഥലം ഇങ്ങനെ ചുറ്റി ഇങ്ങനെ ഒന്ന് തൊടുക. 21 സംഖ്യ പറഞ്ഞതേ ഉള്ളൂ, അത്രയും മതി. അല്ലാതെ 19 പോയിന്റുകളൊക്കെ ഇങ്ങനെ തൊട്ടുകൊണ്ട് അടക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലായിടും ഒന്ന് തൊട്ട് തുടങ്ങിയത് എവിടെയാണ്? ഫ്രണ്ടിൽ തന്നെ അവസാനം കൊണ്ടുവന്ന് തൊട്ടിട്ട് ചുറ്റി വരണം. ചുറ്റി ഒന്ന് തൊട്ടിട്ട്
നമ്മളെയും കൂടെ ഒന്ന് 3 വട്ടം ഒഴിയണം. ഒഴിഞ്ഞിട്ട് മൂക്കിൽ നിന്ന് അതിലേക്ക് ഒരു ശ്വാസം കൊടുക്കണം ആ പൊതിയിലോട്ട്. എന്നിട്ട് അതിനെ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് തെക്ക് ഭാഗത്തേക്ക് വലിച്ചെറിയുക എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ ഒഴുക്ക് വെള്ളത്തിൽ ഒഴുക്കിക്കളയുക. ഇത് ആഴ്ചയിൽ 1 15 ദിവസത്തിലോ ഒരിക്കലോ ചെയ്താൽ മതി. വാഹനവുമായി ബന്ധപ്പെട്ട ദൃഷ്ടിദോഷം മാറും. പിന്നെ വാഹനത്തിൽ ചില രൂപങ്ങളൊക്കെ വയ്ക്കുന്ന അറിയാം, ചില ഏലസുകൾ ജപിച്ച് കിട്ടുന്ന അറിയാം, നൂല് ജപിച്ച് കിട്ടുന്ന അറിയാം. അങ്ങനെയൊക്കെ പ്രൊട്ടക്ഷൻ ചെയ്യാം കേട്ടോ. ഇനി 4ാമത്തെ കാര്യം ധനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. ധനവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഇത് ടിബറ്റൻ രീതിയാണ് കേട്ടോ, കേരളീയ സമ്പ്രദായത്തിൽ വരുന്നതല്ല. അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ റോസ് പേപ്പർ ഉണ്ട്, നമ്മളെ ഗോൾഡൊക്കെ പൊതിഞ്ഞു വരുന്ന തരത്തിലുള്ള റോസ് പേപ്പർ ഉണ്ടല്ലോ, ആ പേപ്പർ എടുത്തിട്ട് അത് നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. ആ പേപ്പർ എടുത്തിട്ട് അതിലോട്ട് കുറച്ച് കടുക് വയ്ക്കും. 9 കടുകാണ് പൊതുവിൽ വയ്ക്കാറുള്ളത്, എണ്ണി വയ്ക്കും. എന്നിട്ട് അതിലേക്ക് ഒരു ₹1 നാണയം വയ്ക്കും, ₹1 മൂല്യമുള്ളൊരു നാണയം. എന്നിട്ട് ഇതിനെ പൊതിഞ്ഞ് തലയിണയ്ക്കടിയിൽ വെച്ചേക്കും. എടുത്ത് മാറ്റില്ല, തലയിണയ്ക്കടിയിൽ വെച്ചേക്കും. അത് 41 ദിവസം കഴിയുമ്പോൾ അതെടുത്തിട്ട് ആ കടുക് മാറ്റിയിട്ട് ആ നാണയം അത് തന്നെയായിരിക്കും വീണ്ടും മറ്റൊരു ഈ റോസ് പേപ്പറിൽ പൊതിഞ്ഞ് വീണ്ടും വയ്ക്കും. അങ്ങനെ തുടർച്ചയായിട്ട് കുറേ കാലം വയ്ക്കുമ്പോൾ ധനപരമായിട്ടുള്ള പുരോഗതി പതിയെ അവർക്ക് കൈവരിക്കാൻ പറ്റുമെന്നാണ് വിശ്വാസം. ഇത് കുറേയേറെ പേര് ചെയ്തു നോക്കിയിട്ടുണ്ട്, അവർക്ക് നേട്ടം ഉണ്ടായിട്ടുണ്ട്. ഭയങ്കര ചിലവായിരുന്നു, പിന്നീട് പതിയെ ആ ചിലവൊക്കെ നിയന്ത്രിക്കാനുള്ള പ്രേരണ കിട്ടി. ഒരാളാണെങ്കിൽ മദ്യത്തിൽ അങ്ങ് അഡിക്റ്റ് ആയിരുന്നു, പതിയെ ആ മദ്യപാനമൊക്കെ കുറച്ചുകൊണ്ട് സേവിങ്സിന്, അതായത് മദ്യം കുടിക്കുന്നതുകൊണ്ട് തനിക്ക് ധനനഷ്ടവും ആരോഗ്യനഷ്ടവും ഉള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് അതൊക്കെ സേവിങ്സിലേക്ക് കൊണ്ടുപോയി നല്ലൊരു നിലയിലേക്ക് എത്തിയ ആൾക്കാരൊക്കെ എനിക്കറിയാം. അപ്പോൾ ഇത് നമുക്കൊരു മാറ്റം ഉണ്ടാക്കാൻ നല്ലൊരു മാർഗമായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി 5ാമത്തെ കാര്യം ശത്രുദോഷം മാറ്റാനുള്ളതാണ്. അതിന് വാട്ടിയ വാഴയില തന്നെ വേണം, ചെറിയൊരു വാഴയില, ഇലച്ചീന്ത് മതി. അതിലോട്ട് കുറച്ച് നല്ലെണ്ണ, ഒരു 3 തുള്ളി നല്ലെണ്ണ, അതിലേക്ക് ഒരു 8 കടുക്, 1 ടീസ്പൂൺ ഉപ്പ്, ഒരൽപ്പം മഞ്ഞൾപ്പൊടി, ഒരു വലിയ വറ്റൽമുളക്, ഇതെടുത്ത് എല്ലാം കൂടെ വെച്ചിട്ട് ഇതിനെ പൊതിയണം. പൊതിഞ്ഞിട്ട് അതിലൊരു നൂല് കൊണ്ട് കെട്ടണം. വാഴനാരായാലും മതി, അല്ലെങ്കിൽ വെളുത്ത നൂല് കൊണ്ട് കെട്ടണം. കെട്ടിയിട്ട് നമുക്കിത് സ്വയം ചെയ്യാം, മറ്റൊരാളെ കൊണ്ട് ചെയ്യുക. സ്വയം നമ്മുടെ ശത്രുദോഷം തീർക്കാൻ വേണ്ടി നമ്മുടെ ചുറ്റേ വയറിൻ്റെ കീഴ്ഭാഗം വരെ ഇങ്ങനെ ചുഴറ്റണം. അങ്ങനെ 8 തവണ ചുഴറ്റി മൂക്കിൽ നിന്നൊരു ശ്വാസം കൊടുത്തിട്ട് പുറത്തൊരു ചിരട്ടയിൽ ഒരൽപ്പം കർപ്പൂരമോ മറ്റോ വെച്ചൊരു തീ കൊടുത്തിട്ട് അതിലോട്ടങ്ങ് വെച്ച്, അത് എരിഞ്ഞു പോകണമെന്നൊന്നുമില്ല, ഒന്ന് ചെറുതായിട്ടൊന്ന് തീ ഉണ്ടാൽ മതി. പിന്നീട് എടുത്ത് നമുക്കത് പുഴവെള്ളത്തിലോ കുഴിച്ചിടുകയോ ചെയ്യാം. ഇച്ചിരി നേരം കഴിഞ്ഞിട്ടെടുത്ത് നമുക്ക് അപ്രകാരം ചെയ്യാവുന്നതാണ്. അപ്പോൾ കടുകുമായി ബന്ധപ്പെട്ട് നമ്മെ ബാധിച്ചിരിക്കുന്ന നെഗറ്റീവുകൾ മാറ്റുന്ന സമ്പ്രദായങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഇതിലെ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും. ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ നിന്ന് ഇച്ചിരി വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ചെയ്യുന്ന ചില രീതികളുമുണ്ട്. ചിലതൊക്കെ നമ്മളെ ചാനലിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഞാൻ ഈ പറഞ്ഞത് പൊതുവെ ചെയ്തു നോക്കിയിട്ട് നല്ലൊരു ഗുണം കിട്ടിയ കുറച്ച് കാര്യങ്ങളാണ്. നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഇത് ചെയ്യുകയാണെങ്കിൽ ആ ചെയ്യുന്നവർ ചെയ്ത് നോക്കിയിട്ട് ഗുണം കിട്ടിയവരൊക്കെ ഇതിൻ്റെ കീഴെ കമൻറ്റ് ചെയ്തോളൂ. ഇനി ആർക്കെങ്കിലും നെഗറ്റീവായിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്തു. കാര്യം ഇതേപോലെ ചെയ്തിട്ട് അതും നമുക്ക് എക്സ്പീരിയൻസ് ആക്കാമല്ലോ. ഗുണം കിട്ടിയവർ നിർബന്ധമായിട്ടും അത് കമൻറ്റ് ചെയ്യണം. കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നല്ലെങ്കിൽ മറ്റൊരു ദിവസം വന്ന് കമൻറ്റ് ചെയ്താലും മതി. കാര്യം അത് മറ്റുള്ളവർക്കും കൂടെ ഗുണകരമാവല്ലോ, നമുക്കിതൊരു സർവേ പോലെ മനസ്സിലാക്കാമല്ലോ. ഇത് നമുക്ക് വലിയ നഷ്ടമൊന്നും ഉണ്ടാക്കാത്ത കാര്യമാണല്ലോ. അപ്പോൾ ഇത് ചെയ്തു വെക്കുക, ഫലത്തെക്കുറിച്ച് പറയുക. ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ട്, ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനൽ ജോയിൻ ചെയ്താൽ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. മാത്രമല്ല എന്നും ഒട്ടേറെ വിവരങ്ങൾ നിങ്ങളുടെ വാട്സപ്പിലൂടെ ലഭ്യമാവുകയും ചെയ്യുന്നതാണ്. മാത്രമല്ല ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കുന്നതാണ്. 1 മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത്. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതി. അതിനായിട്ട് ഇതുവരെയ്ക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക. ഒപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി ശ്രമിക്കുക. കാര്യം എങ്കിൽ മാത്രമായിരിക്കും റെക്കമെൻഡേഷനായിട്ടും നോട്ടിഫിക്കേഷനായിട്ടൊക്കെ നിങ്ങൾക്ക് വീഡിയോകൾ ലഭ്യമാവുകയുള്ളൂ. നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കൊടുക്കാൻ അതുപോലെ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ കൂടി രേഖപ്പെടുത്തുക. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുമ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്.
നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട്. ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത്. താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ്. ഇങ്ങനെ നോക്കിയാൽ മതിയാകും. അപ്പോൾ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ ഹരിചന്ദ്ര മഠം. നമസ്തേ.